എല്ലാത്തിനും പപ്പടം. ചേട്ടാ അവന്റെ മൂക്കിനിട്ടിടിക്ക്. പാത്രങ്ങൾ നല്ല പാത്രങ്ങൾ. എടാ തൊപ്പയ്ക്ക് പകരം ബക്കറ്റ് വെച്ചപ്പോ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ചേട്ടാ ഒരു പഞ്ച് കൊടു, പഞ്ച്. എടാ കിറ്റ്കിറ്റ്, ഇവിടെ എന്താ റെസ്ലിംഗ് മത്സരം നടക്കുകയാണോ? നിനക്കും വന്ന് 2 ഇടി ഇടിച്ചുകൂടെ? അതോ ഈ വാചകടി മാത്രമേ ഉള്ളൂ? ചേട്ടാ സോറി ചേട്ടാ, ചേട്ടനെ ഈ ഗെറ്റപ്പിൽ കണ്ടപ്പോ എക്സൈറ്റഡ് ആയി പോയി, അതുകൊണ്ടാ ചേട്ടാ. അവിടെ എന്താ ഇത്ര വലിയ ആൾക്കൂട്ടം? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം, പോകാം. എടാ ഇത് വെറും ട്രെയിലറാണ്, മുഴുവൻ പടം ഞാൻ നാളെ കളത്തിൽ കാണിക്കാം. നിന്റെയൊക്കെ ബോസ് ടപ്പു ഡഗ്ലസിനോട് പറഞ്ഞേക്കേ നാളെ ചേട്ടൻ വരുന്നതിന് മുമ്പ് ആ സ്ഥലം കാലിയാക്കാൻ. എടാ നാളെ സ്ഥലം ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ ടപ്പൂനെ ഇടിച്ച് ഞാൻ ടിപ്പു ആക്കും, പറഞ്ഞേക്കാം. ഇനി എല്ലാരും മാറി നിൽക്ക്, കുറച്ച് കാറ്റ് വരട്ടെ, ചേട്ടൻ പോട്ടെ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് പിന്നെ കാണാം. എടാ കിറ്റ്കിറ്റേ, അയ്യോ ഹണി ബണി, നിങ്ങളോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് അവരൊക്കെ? തോത്താറാം എന്തിനാണ് അവരെ തല്ലിയത്? കൂടാതെ തോത്താറാം എന്തിനാ ആ ഡ്രസ് ഇട്ടിരിക്കുന്നത്? ഒരു കുറ്റവാളിയോട് പോലും ഇത്രയും ചോദ്യം ചോദിക്കില്ല. ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദ്യങ്ങളോ? നീ ഒരൊറ്റ ഉത്തരം മാത്രം തന്നാ മതി. പറ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചേട്ടൻ ഇവിടുത്തെ വലിയേട്ടനായിരിക്കുക. അല്ലെങ്കിലും തോത്തറ ഞങ്ങളുടെ വലിയേട്ടനായിരുന്നല്ലോ, അതിലിപ്പോ എന്താ ഇത്ര പുതുമ? എടാ വിവരക്കേട് പറയാതെടാ ഹണി, ഞാൻ ഉദ്ദേശിച്ചത് അണ്ടർവേൾഡിൽ വലിയ ആളായെന്നാ. അതെന്താ? മാത്രമല്ല ഗുണ്ടകളൊക്കെ എന്തിനാ അടിച്ചത്? ഹൈവേയിലുള്ള 5 സെന്റ് ഭൂമിയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കണമായിരുന്നു. ഇന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നാളെ പോയി ഒഴിപ്പിക്കും. ഓ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചിട്ട് വരാം. തോത്താറാമിനെ പോലെ ഒരാള് ഇങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തെറ്റായ വഴി കൂടെ നല്ല പോയിരിക്കുന്നേ. ഇപ്പൊ പോയ വഴി കറക്റ്റ് ആണ്. ആ വഴി പോയാലേ തോത്താറാമിന്റെ ജിമ്മിലെത്തും. എടാ കഴുതേ, പോപ്പട്ട് ചോദിച്ചത് തോത്താറാം എന്തിനാണ് ഇങ്ങനത്തെ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെന്നാണ്. ഇതിലിപ്പോ തെറ്റായ കാര്യം എന്താണ്? ഗുണ്ടകളല്ലേ തല്ലിയത്, ഗുണ്ടകളെ നമ്മളും തല്ലാറില്ലേ? അല്ലേ കൊച്ചളിയാ? അതെ, അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ഗുണ്ടകളാണെങ്കിൽ പോലും അവരുടെ സ്ഥലം ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നത് ശരിയല്ല. വരും, തോത്താറാം ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. സംശയമുണ്ടോ? ഞങ്ങൾ തോത്താറാമിന്റെ ജിമ്മിലേക്ക് പോവുകയാണ്, നീയും കൂടെ വന്നോ? പക്ഷെ എന്താ കാര്യം? അങ്ങോട്ട് വാ, അപ്പൊ പറഞ്ഞു തരാം. അതെ കോശിച്ചേട്ടാ, ചേട്ടന്റെ കാര്യം നാളെ ഞാൻ ഒത്തുതീർപ്പാക്കി തരാം. സത്യമാണോ മോനെ? തോത്താറാമെ നിനക്കെന്താടാ വട്ട് പിടിച്ചോ? നീ ഇപ്പൊ ഗുണ്ടയായിരിക്കുക. അതെ ബായ്. അപ്പൊ നീ ജനങ്ങളോട് ഗുണ്ടായുസം കാണിക്കുമോ? അതെ ബായ്. അവരുടെ സ്ഥലം കയ്യേറുമോ? അതെ ബായ്. ബലപ്രയോഗത്തിലൂടെ മറ്റൊരാളുടെ സ്ഥലം കയ്യേറുന്നത് തെറ്റാണ്. അതെ ബായ്. അത് ഗുണ്ടായുസാണെങ്കിൽ പോലും നീ ചെയ്യുന്നത് തെറ്റാണ്. തീർച്ചയായും. കണ്ടില്ലേ തീർച്ചയായും അതേന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കണ്ടില്ലേ? മിണ്ടാതിരിക്കടാ. എടാ നിങ്ങൾ എന്നെ കാര്യം പറഞ്ഞ വിട്ടില്ലെങ്കിൽ അതെ തീർച്ചയായും എന്ന് മാത്രമേ കേൾക്കുള്ളൂ. നിനക്കെന്താ പറയാനുള്ളത്? ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ നീ മറ്റുള്ളവരെ ഇടിക്കുന്നു അടിക്കുന്നു ഒക്കെ. സംശയമുണ്ടോ? അത് പിന്നെ അങ്ങനെ ചെയ്യാതെ എങ്ങനെ അവർ സ്ഥലം ഒഴിയുന്നത്? ആ സ്ഥലം ഒഴിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. ആ ഭൂമിയുടെ ഉടമസ്ഥൻ കോശിച്ചേട്ടനാണ്. ഞാൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. തോത്താറാമിന്റെ സഹായം തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കേട്ടില്ലേ, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാ. ഇൻസ്പെക്ടർ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഭൂമി ഒഴിച്ചെടുത്തതാ. പക്ഷെ ആ ഗുണ്ടകൾ വീണ്ടും വന്ന ഭൂമി കയ്യേറി. അതിന് ആ ഗുണ്ടകളെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് നീ സ്വയം അങ്ങ് ഗുണ്ടയായി മാറിയതാണോ? എടാ ഈ ഗുണ്ടകൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവന്മാരെ കഴിഞ്ഞ് വലിയ ഗുണ്ടകളെ കണ്ടാ പേടിക്കും. അതുകൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ടയായി മാറി. കിക്കിറ്റേ, നീ എന്തിനാ തോത്താറാം അണ്ടർവേൾഡിലെ വലിയ ഗുണ്ടയായി മാറിയെന്ന് പറഞ്ഞതാ? തട്ടി വിടുകയായിരുന്നു അല്ലേ? ഞാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേട്ടൻ വലിയേട്ടനായിന്നാ. അത് തന്നെ ചേട്ടൻ ഉദ്ദേശിച്ചത് ഗുണ്ടയായിന്ന്. അതിന്റെ അർത്ഥം അഭിനയിക്കുകയാണെന്ന്.
കൊച്ചലിയ പണ്ട് നമ്മള് ഗുണ്ടകളെ വിരട്ടാൻ വേണ്ടിട്ട് വേഷം മാറി നടക്കാറുണ്ടായിരുന്നില്ലേ അതുപോലുള്ള ഒരു വേഷമാണ് ഇപ്പൊ തോത്താറാമൻ കെട്ടിയിരിക്കുന്നത്. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ട. അതെ അതെ എനിക്ക് മനസ്സിലായി. മക്കളെ ആ ടപ്പു ഡഗ്ലസിന്റെ കയ്യിൽ നിന്ന് എന്റെ ഭൂമി എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരണം. ടെപ്പു ഡഗ്ലസോ? അവൻ പേര് കേട്ടൊരു ഗുണ്ടയാണ്. മാത്രമല്ല അവന് വളരെ വലിയൊരു ഗ്യാങ്ങും ഉണ്ട്. അത് കുഴപ്പമില്ല, തോത്താറാമിന്റെ ഗ്യാങ്ങും വളരെ വലുതാണ്. തോത്തറാമിന്റെ ഗാങ്ങോ? അതെ, തോത്താറാമും കിറ്റ് പിന്നെ നമ്മൾ 4 പേരും. ചേട്ടാ ഇനി പേടിക്കാനില്ല. അവന്മാരുടെ മുമ്പിൽ നമ്മൾ രണ്ടുപേരും എങ്ങനെ പിടിച്ചേക്കുന്ന ആലോചിക്കായിരുന്നു ഞാൻ. ഇപ്പൊ നമ്മളൊരു ഗ്യാങ് ആയില്ലേ. നാളെ ടപ്പു ഡഗ്ലസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും. തീരുമാനമൊക്കെ ഞങ്ങൾ എടുത്തോളാം. നിനക്ക് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യാറില്ലല്ലോ. കേട്ടില്ല ചേട്ടാ ഈ ഹണി എന്നെ കുറിച്ച് പറയുന്നത്. എടാ അവൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? നാളത്തെ ഫൈറ്റില് കിറ്റിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെ ഉണ്ടാവും. എനിക്ക് ഇമ്പോർട്ടന്റ് റോളോ? അതെന്താ? നാളെ ഞങ്ങൾ ഗുണ്ടകളെ ഇടിച്ച് പപ്പടാക്കുമ്പോ നീ ലൈവ് കമന്റർ പറയണം. അപ്പൊ ഞങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. എടാ എവിടെയാടാ നീയൊക്കെ പറഞ്ഞ നിന്റെ ആ പുതിയ വല്യേട്ടൻ? ഓ ഡപ്പു ഡഗ്ലസിന്റെ പേര് കേട്ടപ്പോ തന്നെ ഓടി ഒളിച്ചോ? 9 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇപ്പതാ ഉച്ചയൂണ് കഴിക്കാനുള്ള സമയമായി. ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. ദാ എന്റെ ഈ ഗ്യാങ്ങിനെ കണ്ടോ? ചേട്ടൻ ഇവിടെ നിക്ക്. ചേട്ടന്റെ പ്രോപ്പർട്ടി ഞങ്ങൾ വാങ്ങിത്തരാം. സൂക്ഷിച്ചു പോണേ മക്കളെ. നീ സ്വന്തമായി തലേ തട്ടുന്ന എന്തിനാ? ഞങ്ങൾ വന്നില്ലേ, ഇനി തട്ട് ഞങ്ങൾ തന്നോളാം. എടാ പീറ പൂച്ചേ, എന്റെ പേര് ഡപ്പു ഡഗ്ലസ് എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2 അടി കിട്ടി കഴിഞ്ഞാ മേലാല തലൊരു മുടി പോലും കിളിർക്കില്ല. എപ്പോഴും അത് കോഴിമുട്ട പോലിരിക്കും. സംശയമുണ്ടോ? ഞങ്ങൾ 9 മണി 5 മിനിറ്റിനാ വന്നത്. 5 മിനിറ്റ് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി സമയം തന്നു. പക്ഷേ നീ രക്ഷപ്പെട്ടില്ല. ചേട്ടാ ഇവന്റെ തലയിൽ തല്ലുകൊള്ളാനായിരിക്കും വിധി. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അടി തുടങ്ങാം. എല്ലാത്തിനും പപ്പടം. ഇവനോട് ഏറ്റുമുട്ടുന്നതായിരിക്കും നല്ലത്. ഹണി നീ മറ്റവന്റെ കാര്യം നോക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കാം. എടാ കഴുതേ, വെറുതെ നോക്കി നിന്നാ മാത്രം പോരാ, അടിക്കണം. വാലിന്ന് വിടാനാ പറഞ്ഞ. എല്ലാരും കൂടെ ചേർന്നവരെ പിടിക്ക്. താങ്ക് യു, താങ്ക് യു. തോത്താറാമേ നീ ഇവരെ നോക്കിക്കോ. ഡഗ്ലസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കിരിക്കിറ്റേ, നീ എന്റെ കുതിരയും കൊണ്ട് വേഗം വാ. ശരി ചേട്ടാ. ചേട്ടാ ഇതാ പിടിച്ചോ പിടിച്ചോ. അതിനെ കുതിരയെന്നല്ല പറയുന്നത്. അതിനെ തന്നെയാണ് കുതിര എന്ന് പറയുന്നത്. അതിന്റെ മുഖം നോക്ക്, വാല് നോക്ക്. എടാ നിനക്കൊക്കെ വേണ്ടി ഈ കുതിര തന്നെ ധാരാളമാ. അതെ ചേട്ടാ, ചേട്ടന്റെ കുതിര ഓടിത്തുടങ്ങിയ നീയൊക്കെ കഴുതയെ പോലെ കിടന്ന് കരയും. നീ ഇങ്ങനെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും 2 വീക്ക് കൊടുത്തൂടെ? ഇല്ല അത് ചേട്ടന്റെ ജോലിയാ. ചേട്ടന്റെ ജോലിയിൽ ഞാൻ കൈ കടത്താറില്ല. അതെ ബായ്, റെഡി. ഞാൻ കുതിരയെ ഓടിക്കാൻ പോവുകയാണ്. യാ, യാ. അയ്യോ യാ, യോ. കൂട്ടുകാരെ, യോമാരുടെ കാര്യത്തെ തീരുമാനമായി. ഇനി ടപ്പുവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി.
അത് കുഴപ്പമില്ല, അവന്റെ കാര്യം എന്റെ കൊച്ചളിയെ നോക്കിക്കോളും. അവൻ ഇടിച്ചിപ്പോ പപ്പടം ആക്കിയിട്ടുണ്ടാവും. ആഹാ ബണി. ആ? ഇന്നാ പിടിച്ചോ. എന്നോട് ക്ഷമിക്കണേ. ഇനി ഞാൻ ഈ സ്ഥലത്ത് കാല് കുത്തുക പോയിട്ട് കൈ കൊണ്ട് പോലും തൊടില്ല. ഇങ്ങോട്ട് നോക്കിക്കോ. ഇനി ഈ സ്ഥലമൊന്നല്ല, ആരുടെ സ്ഥലത്തും കയ്യോ കാലോ കുത്തി പോരുത്. മനസ്സിലായല്ലോ നിനക്ക്? ഇതാ പിടിച്ചോ. എടാ എങ്ങോട്ടാടാ ഓടുന്നത്? നിക്കടാ, നിന്നെ ശരിയാക്കി തരാം. നിക്കടാ. ഓടിക്കഴിഞ്ഞിട്ട് എന്തിനായിരുന്നു ഒച്ചെടുക്കുന്നേ? ഇവിടെ നിക്കുമ്പോ ഒന്ന് കൊടുക്കായിരുന്നില്ലേ? എന്തായാലും കാര്യം നടന്നില്ലേ? ആവശ്യം വന്നിരുന്നെങ്കിൽ ഞാൻ അടിച്ചേനെ. എടാ തള്ളുവീര, കഴിഞ്ഞോ നിന്റെ പ്രസംഗം? അതെ ചേട്ടാ. ചേട്ടാ, നമ്മൾ ഈ ഗെറ്റപ്പിൽ കാണാൻ നല്ല രസമുണ്ട്. എടാ ഈ ഗെറ്റപ്പ് ഇന്നത്തേക്ക് മാത്രമായിരുന്നു. വീണ്ടും ജിം തന്നെ ശരണം. സംശയമുണ്ടോ? നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മക്കളെ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. നിങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്റെ ഭൂമി ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടില്ലായിരുന്നു. എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ. ഇനി സന്തോഷിക്ക്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാ മതി. ഞങ്ങൾ വന്നിട്ട് അടുത്ത പണി അവനിട്ട് വേറെ കൊടുത്തോളാം. ഇപ്പൊ എനിക്ക് തോന്നുന്നതേ ഗുണ്ടകളെ അടിച്ചു ഓടിക്കുന്ന എന്റെ ഹോബിയായി മാറിയെന്നാണ്.